നമുക്കിനി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് ടേബിൾ ഹെഡിങ് കൊടുക്കണം. അതായത് നമ്മൾ ഏത് ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ടേബിൾ ഹെഡിങ്. അപ്പോൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്ന കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ 2 വർഷത്തെ ഡാറ്റ ഉണ്ട്. 2013 ആൻഡ് 2014 ഡാറ്റ ഉണ്ട്. അപ്പോൾ നമ്മൾ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ബേസ് വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെയിൽസ് ആണ് പെർസെൻറ്റേജ് ആയിട്ട് 100% ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബാക്കിയുള്ള ഓരോ വാല്യൂസും സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ഒന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ ഡാറ്റ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഫൈനലി നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഗ്രോസ് സെയിൽസ് റിട്ടേൺ അതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഗ്രോസ് പ്രോഫിറ്റ് കാണണം, അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, പിന്നെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ഫൈനലി നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ആദ്യത്തെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലേഴ്സ് കോളമാണ്. രണ്ടാമത്തെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എമൗണ്ട് കോളാണ്. തേർഡ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്, എത്ര പെർസെൻറ്റേജ് ആണ് സെയിൽസിനൂടെ 100% ആയിട്ട് കൺസിഡർ ചെയ്യും. ബാക്കിയുള്ള ഓരോ വാല്യൂസും സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു ബോക്സ് ഇത്രയും ഡാറ്റ ഇത്രയും കോളം നമുക്ക് ഒരു വർഷത്തേക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ. 2013 മാത്രമാണ് ഈ ഒരു ഡാറ്റ വെക്കുന്നത്. ഇനി നമ്മൾ 2014 നമ്മൾ ടേബിൾ അല്ലെങ്കിൽ കോളം ഉണ്ടാക്കണം. അപ്പോൾ അതിന് സെപ്പറേറ്റ് കോളം ഉണ്ടാക്കാതെ നമുക്കൊരു ഈ ഒരു ടേബിളിൽ തന്നെ നമുക്ക് ഈ ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിനി 2013 കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ 2014 ആ ഡാറ്റ വെച്ചിട്ട് നമ്മൾ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ സെപ്പറേറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് 2014 ഡാറ്റ എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ തൊട്ടടുത്തായിട്ട് നമ്മൾ ആ ഒരു 2014 ഡാറ്റ വെച്ചിട്ടുള്ള കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിലുള്ള കോളം പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം 2013 ശേഷം എമൗണ്ട് കോളം കാണിക്കുക, എമൗണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് ആ ഒരു വർഷത്തെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്. ഇനി തൊട്ട് മുകളിൽ ആ വർഷം കൂടെ, അതായത് 2014 കൂടെ എഴുതുക. ഓക്കെ, ഇനി നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മളിനി കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഗ്രോസ് സെയിൽസ് ആണ്. അപ്പോൾ തൊട്ട് താഴെ നെറ്റ് സെയിൽസ് റിട്ടേൺ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മളൊരു കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഗ്രോസ് സെയിൽസ് അതിൽ നിന്ന് നമ്മൾ സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു വർഷത്തെ ഡാറ്റ നോക്കാം. ഗ്രോസ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇയറിൽ 10,20,000 ആണ്. ഓക്കെ, അതേപോലെ തന്നെ സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000. അപ്പോൾ ഈ ഒരു വാല്യൂ, അതായത് ഗ്രോസ് സെയിൽസിന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ആ നെറ്റ് സെയിൽസ് ആണ് നമ്മൾ 100% ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഓരോ വാല്യൂസും ഈ നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 10,20,000 നിന്ന് 20,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 lakh ആണ്. ഈ 10 lakh ആണ് നമ്മുടെ ബേസ് വാല്യൂ അല്ലെങ്കിൽ 100%. ഓക്കെ, ഇനി നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടി. ഇനി നെറ്റ് സെയിൽസിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റേജിൽ നമ്മൾ ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വന്നിട്ടില്ല. ബട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ കണ്ടുപിടിക്കാനുള്ള ഡാറ്റ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക എന്തൊക്കെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റിലേറ്റഡ് ആയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുന്നത് എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ, ഓപ്പണിംഗ് സ്റ്റോക്ക്
ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് ഇനി ഈ വേജസും ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അപ്പം നമ്മളത് ഇവിടെ കാണിക്കണം. പ്ലസ് വേജസ്. ഇനി അതല്ലാതെ ഡയറക്റ്റ് എക്സ്പെൻസ് ക്വസ്റ്റിന് പിന്നെയും തന്നിട്ടുണ്ട്. പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ഈ ടോട്ടൽ വാല്യൂ നമുക്ക് ലെസ് ചെയ്യാം. പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഓക്കെ, നമുക്ക് ഈ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്യാം. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 2 lakh ആണ്. ഇത് ഈ പറയുന്ന നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈക്വൽ ടു 2 lakh ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി 20% ആണെന്നുള്ളത്. ഇനി രണ്ടാമത് വരുന്നതാണ് പർച്ചേസസ്. അപ്പോൾ പർച്ചേസസ് ക്വസ്റ്റ്യനിൽ 4 lakh ആണ് ഫസ്റ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 4 lakh അത് 10 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ 4 lakh ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ നമുക്ക് 40% കിട്ടി. ഇനി അടുത്ത വേജസ് ആണ്. വേജസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 20,000. അപ്പോൾ ആദ്യം നെറ്റ് സെയിൽസിന് എത്ര പെർസെൻറ്റേജ് നമ്മൾ കാണണം. ഈക്വൽ ടു 20,000 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ 2% ആണ് ഈ പറയുന്ന വേജസ്. ഇനി അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആ ഒരു വർഷം 2,80,000 ആണ്. 2,80,000. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റ് സെയിൽസിന് എത്ര പെർസെൻറ്റേജ് കാണും. അപ്പോൾ ഈക്വൽ ടു 2,80,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ 28% ആണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് 1 lakh ആണ്. അപ്പോൾ 1 lakh 10 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുക. അത് 10% ആയിരിക്കും. ഓക്കെ, ഇനി ഇത്രയും ഡാറ്റ വെച്ചിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് 2 lakh ആണ്. 2 lakh പ്ലസ് പർച്ചേസസ് 4 lakh പ്ലസ് വേജസ് 20,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് 2,80,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 1 lakh. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 lakh ആണ്. അപ്പോൾ അത് 8 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ 10 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഈ 8 lakh എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അത് 80% ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നെറ്റ് സെയിൽസിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് കാണാം. ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുന്നത്, അതായത് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യുമ്പോഴാണ് ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നത്. അപ്പോൾ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ആ വാല്യൂ അവിടെ എൻ്റർ ചെയ്യുക. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ 10 lakh ആണ്. 10 lakh മൈനസ് 8 lakh, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 8 lakh. ഓക്കെ, അപ്പോൾ നമുക്ക് 2 lakh ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്, അതായത് 20% ആണ് 2013 ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്.
ക്വസ്റ്റ്യനിൽ നമ്മൾ ചെക്ക് ചെയ്യുക ഓപ്പറേറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് എന്തൊക്കെയാണ് ഉള്ളതാണ്. അപ്പം നമുക്ക് 2 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒന്ന് സെല്ലിംഗ് എക്സ്പെൻസും രണ്ടാമത് ഓഫീസ് എക്സ്പെൻസും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് ആ വാല്യൂ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുക ഓഫീസ് എക്സ്പെൻസസ്. ആ ഒരു വർഷം 50,000 ആണ് ഓഫീസ് എക്സ്പെൻസസ്, അതായത് 5% ആയിരിക്കും. അതേപോലെ തന്നെ ആ ഒരു വർഷത്തെ സെല്ലിംഗ് എക്സ്പെൻസസ് അത് ആ വർഷം 80,000 ആണ്, അതായത് 8% ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഐറ്റമേ ഉള്ളൂ ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ നമുക്കിനി ടോട്ടൽ കാണാം. ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, അത് 50,000 പ്ലസ് 80,000, അപ്പോൾ അത് 1,30,000 ആണ്, അതായത് 13% ആയിരിക്കും ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അതായത് നെറ്റ് സെയിൽസിൻ്റെ 13% ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കിട്ടി. അത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടതാണ്. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്, അതായത് ഗ്രോസ് പ്രോഫിറ്റ് നമുക്കറിയാം, ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മളത് ആ വാല്യൂ അവിടെ എൻ്റർ ചെയ്യുക. ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 lakh ആണ്. 2 lakhൽ നിന്ന് നമ്മൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 1,30,000 ലെസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി 70,000 ആണ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്, അതായത് 7% ആണ്. ഇനി വേറെ എന്തെങ്കിലും, അതായത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അതേപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുക. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മളത് ഈ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം ആഡ് ചെയ്യണം. ഇനി നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതൊരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, അത് നമ്മൾ ലെസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജിൽ ലെസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതവിടെ മാർക്ക് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓക്കെ, ആ വാല്യൂ എന്ന് പറഞ്ഞാൽ 3,400. ഇനി എന്തെങ്കിലും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, അത് ഏത് ടൈപ്പ് ഇൻകം ആണെന്ന് അവിടെ പറയുന്നില്ല, ഡയറക്റ്റായിട്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആ വാല്യൂ അവിടെ മാർക്ക് ചെയ്യുക. 2,400 ആണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് നെറ്റ് പ്രോഫിറ്റ് കാണാം. കാരണം ക്വസ്റ്റ്യനിൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുമ്പോഴും അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മളുടെ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് നമുക്കറിയാം 70,000 ആണ്. 70,000 നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 3,400 ലെസ് ചെയ്യും. അതേപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അത് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യണം. നോൺ ഓപ്പറേറ്റിംഗ് 2,400 നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 69,000 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്, അതായത് 6.9%. ഓക്കെ, അപ്പോൾ ഇവിടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ പെർസെൻറ്റേജ് കാണും, സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് നമ്മൾ കാണണം, അതായത് അത് 3.34 ആയിരിക്കും. അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അത് 0.24 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഈ 2013 കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ 2014 ഡാറ്റ വെച്ചിട്ട് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ 2014 ഗ്രോസ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,30,000 ആണ്. ഓക്കെ,
അപ്പോൾ സെയിൽസ് റിട്ടേൺ എത്രയായിരുന്നു? അത് 30,000. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ലെസ് ചെയ്യുക, അതായിരിക്കും നമ്മളുടെ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 12 lakh ആണ് 2014 നെറ്റ് സെയിൽസ്. അപ്പോൾ ഈ 12 lakh ആണ് നമ്മുടെ ബേസ് വാല്യൂ, അതാണ് 100% ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബാക്കിയുള്ള ഓരോ വാല്യൂസും ഈ 12 lakhൻ്റെ അല്ലെങ്കിൽ നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടേബിളിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്താൽ മതി. അതായത് ആദ്യം നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ലെസ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒത്തിരി ഡാറ്റാസ് ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, അങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലേക്ക് അതെല്ലാം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് കിട്ടും. അപ്പോൾ എങ്ങനെ കാണുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആ ഒരു വർഷം 2014 1 lakh ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് കാണണം. ഈക്വൽ ടു 1 lakh ഡിവൈഡ് ബൈ നമ്മുടെ ബേസ് വാല്യൂ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ 12 lakh. ഓക്കെ, ആ ഒരു വർഷം 8.33 ആണ് നമ്മളുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ പർച്ചേസും അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ നമ്മൾ കാണാം. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർഷം 6 lakh ആണ്. അപ്പോൾ 6 lakh ഈ നെറ്റ് സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് നമ്മൾ കാണാം? ഈക്വൽ ടു 6 lakh ഡിവൈഡ് ബൈ 12 lakh ഇൻറ്റു 100. ഓക്കെ, ഇപ്പോൾ 50% ആണ് പർച്ചേസസ്. പിന്നെ നമുക്ക് വേജസ് ഉണ്ട്. 45,000 ആണ് ആ ഒരു ഇയറിലെ വേജസ്. അതിൻ്റെ പെർസെൻറ്റേജ് നെറ്റ് സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റാണ് നമ്മൾ കണ്ടുപിടിക്കണം? ഈക്വൽ ടു 45,000 ഡിവൈഡ് ബൈ 12 lakh ഇൻറ്റു 100, അതായത് 3.75 ആണ്. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് 3,60,000 ആണ്. ഓക്കെ, അപ്പോൾ ആ പെർസെൻറ്റേജ് കാണാം. 3,60,000 ഡിവൈഡ് ബൈ 12 lakh ഇൻറ്റു 100, അതായത് 30% ആണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് അത് 1,05,000 ആണ് ആ വർഷം ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം 1,05,000 ഡിവൈഡ് ബൈ 12 lakh ഇൻറ്റു 100, അതായത് 8.75 ആണ് ആ ഒരു വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ടു നെറ്റ് സെയിൽസ്, ആ ഒരു പ്രൊപ്പോർഷൻ. അപ്പോൾ നെറ്റ് സെയിൽസ് എന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസിൻ്റെ 8.75%. അപ്പോൾ ഇത്രയും ഡാറ്റ നമുക്ക് കിട്ടി. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. അപ്പോൾ അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം 1 lakh ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 1 lakh പ്ലസ് പർച്ചേസസ് 6 lakh പ്ലസ് വേജസ് 45,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് 3,60,000 മൈനസ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് അത് 1,05,000 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി 10 lakh ആണ് ആ ഒരു ഇയറിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ അത് എത്ര പെർസെൻ്റ് ആണ് നമ്മൾ കാണണം? ഈക്വൽ ടു 10 lakh ഡിവൈഡ് ബൈ 12 lakh ഇൻറ്റു 100. അപ്പോൾ 83.33% ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നെറ്റ് സെയിൽസിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ 12 lakh മൈനസ് 10 lakh, അതായത് 2 lakh ആണ് നമ്മുടെ ആ ഒരു വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഈ 2 lakh ഈ സെയിൽസിൻ്റെ എത്ര പെർസെൻ്റ് എന്ന് കാണും? 2 lakh ഡിവൈഡ് ബൈ 12 lakh, അതായത് 16.67% ആണ് ഗ്രോസ് പ്രോഫിറ്റ് ടു നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസിൻ്റെ 16.67% ഗ്രോസ് പ്രോഫിറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യണം. അതായത് ആ വർഷത്തെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്താ നോക്കുക. നമുക്കറിയാം ഓഫീസ് എക്സ്പെൻസും ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസും ഉണ്ട്. അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് ആ ഒരു ഇയറിൽ 60,000 ആണ്. അപ്പോൾ അത് സെയിൽസിൻ്റെ എത്ര പെർസെൻ്റ് കാണാം? ഈക്വൽ ടു 60,000 ഡിവൈഡ് ബൈ 12 lakh ഇൻറ്റു 100, അതായത് 5% ആണ്. ഇനി സെല്ലിംഗ് എക്സ്പെൻസ് ആ ഒരു ഇയറിൽ
1,02,000 ആണ്. 1,02,000. അതും ഈ സെല്ലിംഗ് എക്സ്പെൻസിന് എത്ര ശതമാനം നോക്കാം. 1,02,000 ഡിവൈഡ് ബൈ 12 lakh ഇൻറ്റു 100. ഓക്കെ, 8.50% ആണ് സെല്ലിംഗ് എക്സ്പെൻസ്. ഇനി നമുക്ക് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കാണാം. അതായത് ഓഫീസ് എക്സ്പെൻസ് പ്ലസ് സെല്ലിംഗ് എക്സ്പെൻസ്. അത് 1,62,000 ആയിരിക്കും. ഇതും സെയിൽസിന് എത്ര ശതമാനമാണ് നമ്മൾ കണ്ടുപിടിക്കണം. 1,62,000 ഡിവൈഡ് ബൈ 12 lakh ഇൻറ്റു 100. അപ്പോൾ 13.50%. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഈ പറയുന്ന സെയിൽസിൻ്റെ 13% മനസ്സിലായി. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കാണാം. അതായത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഈ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്താൽ മതി. അപ്പോൾ ഈക്വൽ ടു 2 lakh ലെസ് 1,62,000. അപ്പോൾ അതായത് 38,000 ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്. അത് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്ന് കാണും. 38,000 ഡിവൈഡഡ് ബൈ 12 lakh ഇൻറ്റു 100. അതായത് 3.17% ആണ്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ട്, അതേപോലെ എക്സ്പെൻസും ഉണ്ട്. അപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. അത് ആ വർഷം 3,600 ആണ്. അത് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ കാണാം. ഈക്വൽ ടു 3,600 ഡിവൈഡഡ് ബൈ 12 lakh ഇൻറ്റു 100%. 0.30% ആണ്. ഇനി അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആ ഒരു വർഷം 4,000 ആണ്. അപ്പോൾ 4,000ഉം ഈ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ കാണണം. 4,000 ഡിവൈഡഡ് ബൈ 12 lakh ഇൻറ്റു 100. അതായത് 0.33% ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്കിനി നെറ്റ് പ്രോഫിറ്റ് കാണാം. അതായത് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുക. അതായത് 38,000 മൈനസ് നമ്മുടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 3,600 പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം 4,000. ഓക്കെ, അതായത് 38,400 ആണ് 2014 നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ അത് സെയിൽസിന് എത്ര പെർസെൻറ്റേജ് നോക്കുക. ഈക്വൽ ടു 38,400 ഡിവൈഡഡ് ബൈ 12 lakh ഇൻറ്റു 100. ആ പെർസെൻറ്റേജ് വാല്യൂ നമുക്ക് കിട്ടും. അതായത് 3.20%. ഓക്കെ, അപ്പം നമ്മൾ അതോടുകൂടി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇൻ്റർപ്രറ്റ് ചെയ്യണം. എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ 2013 നിന്ന് 2014 സംഭവിച്ചിട്ടുള്ള ഈ ഒരു കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2014 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് 2013 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% ആയിരുന്നു. ബട്ട് 2014 ആയപ്പോഴേക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻക്രീസ് ചെയ്തു. 3.33% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റീസൺ ആയിരിക്കണം. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വേജസ് ഇൻക്രീസ് ചെയ്തു, അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആ റീസൺസ് കൊണ്ടായിരിക്കാം ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഈ 2013 2014 നോക്കുമ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് കമ്പനിയുടെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് 20% ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ. ബട്ട് സെക്കൻഡ് ഇയറിൽ അത് 16.67% ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, അതായത് ഗ്രോസ് പ്രോഫിറ്റ് കുറയാനുള്ള മെയിൻ റീസൺ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ടായിരുന്ന ചേഞ്ച്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ എങ്ങനെയാണ് ചേഞ്ച് വന്നത്, അതായത് ഇവിടെ എക്സ്പെൻസസ് ഈ പറയുന്ന പർച്ചേസ്, വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നോക്കാം. ഓഫീസ് എക്സ്പെൻസിൽ യാതൊരു മാറ്റമില്ല. അത് 2 വർഷവും 5% ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ സെല്ലിംഗ് എക്സ്പെൻസസ് ആദ്യത്തെ വർഷം 8% ആയി, രണ്ടാമത്തെ വർഷം അത് 8.50% ആയി. ഇനി ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് നോക്കിയാലോ, ആദ്യത്തെ വർഷം അത് 7% ആയിരുന്നു. ബട്ട് സെക്കൻഡ് ഇയറിൽ 3.17% ആയി. അതായത് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഫസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഇയറിൽ കുറയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക്
റീസൺ കണ്ടുപിടിക്കാം. അതായത് റീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലുണ്ടായ ചെറിയ സ്ലൈറ്റ് ഇൻക്രീസ് അല്ലേ. അതായത് 13% ആയിരുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അത് 13.5% ആയി. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻക്രീസ് ചെയ്ത് 80% ആയത് 83.33% ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറോൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ്, അതായത് നെറ്റ് പ്രോഫിറ്റ് നോക്കി, നെറ്റ് പ്രോഫിറ്റ് ആദ്യത്തെ വർഷം 6.9% ആയിരുന്നു. ബട്ട് സെക്കൻഡ് ഇയറിൽ അത് 3.20% ആയിട്ട് കുറഞ്ഞു. അപ്പോൾ കമ്പനിയുടെ പെർഫോമൻസ് ഒരു പുവർ പൊസിഷനിലാണുള്ളത്. അപ്പോൾ കമ്പനി അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മെയിൻലി ത്രൂ എങ്ങനെയായിരിക്കണം, ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഈ എക്സ്പെൻസസ് കുറയ്ക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് കമ്പനിയുടെ പാർട്ടിയിൽ നിന്ന് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.